ഇതിന്റെയൊക്കെ കാലം കഴിഞ്ഞില്ലേ മനുഷ്യ. വയസ്സ് 40 മധ്യവയസ്സിലെത്തുന്നതോടെ ഈ ഒരു ഡയലോഗ് മിക്ക സ്ത്രീകളും തന്റെ ഭർത്താക്കന്മാരോട് ചോദിച്ചു തുടങ്ങും. ലൈംഗിക വികാരങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, അവയുടെ ഏറ്റക്കുറച്ചിലുകളുടെ കാര്യത്തിലും വ്യത്യസ്തരാണ് സ്ത്രീ പുരുഷന്മാർ എന്നത് തന്നെ ഇതിന് കാരണം. പുരുഷന്റെ ലൈംഗിക വികാരം പ്രായമേറുമ്പോഴും വലിയ കുറവില്ലാതെ നിലനിൽക്കും. എന്നാൽ സ്ത്രീകളിൽ പ്രായഭേദമനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ഒരു പ്രായം കഴിയുന്നതോടെ അവൾ ഉത്തരവാദിത്തമുള്ള കുടുംബിനിയും കുട്ടികളുടെ അമ്മയുമാകുന്നു. കാമുകിയുടെയും കിടപ്പറ പങ്കാളിയുടെയും വേഷങ്ങൾ കെട്ടിയാടുന്നത് അതോടെ കുറയുന്നു. ലൈംഗിക അഭിനിവേശം ഇല്ലാതാകുന്നതല്ല പലപ്പോഴും ഇതിന് കാരണം. മറ്റു പല തിരക്കുകളും ഉത്തരവാദിത്തങ്ങളും മൂലം മാറ്റിവെക്കാവുന്ന ഒന്നായി ലൈംഗികത അവഗണിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. 30കളിലും 40ലുമുള്ള സ്ത്രീകൾക്ക് ചെറുപ്പക്കാരികളെ അപേക്ഷിച്ച് കൂടുതൽ ലൈംഗിക അഭിനിവേശം കാണുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. 18 വയസ്സിനും 26 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെക്കാൾ കൂടുതൽ രതിഭാവനകൾ കാണുന്നത് 27 വയസ്സിനും 45 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളാണെന്നാണ് കണ്ടെത്തൽ. എന്നാൽ മധ്യവയസ്സ് എത്തുന്നതോടെ ചിലരിൽ ലൈംഗിക വികാരം കുറയും. അതിന്റെ പ്രധാന കാരണം ആർത്തവ വിരാമമാണ്. ആർത്തവം നിലയ്ക്കുന്നതോടെ സ്ത്രീ ശരീരത്തിൽ ഈസ്ട്രജന്റെ അളവ് കുറയുന്നു. ഇത് യോനി വരൾച്ചയ്ക്ക് കാരണമുണ്ടാക്കും. തൽഫലമായി ലൈംഗിക ബന്ധം വേദനാജനകമാകാം. മാത്രമല്ല, ഈസ്ട്രജന്റെ അളവ് കുറയുന്നത് മൂലം വികാരോത്തേജന കേന്ദ്രങ്ങളിലെ സ്പർശനങ്ങൾ കാര്യമായ ഉത്തേജനവും നൽകില്ല. ലൈംഗികമായ തന്റെ ആകർഷത്വവും ഊർജവും കുറയുന്നു എന്ന ചിന്ത സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ തന്നെ തകർത്ത് കളയാം. പുറമേ നിന്നും നോക്കുന്നതത്ര നിഷ്ക്രിയമല്ല സ്ത്രീയുടെ ലൈംഗിക വികാര ലോകം. നിഗൂഢവും വന്യവുമായ അതിലെ ചുഴികളെയും മറ്റും തിരിച്ചറിയാൻ ഇനി ഒരുപാട് കാതങ്ങൾ ആണുങ്ങൾ സഞ്ചരിക്കേണ്ടി വരും. ഈസ്ട്രജൻ, ടെസ്റ്റോസ്റ്റിറോൺ, പ്രൊജസ്ട്രോൺ എന്നിവയാണ് സ്ത്രീ ലൈംഗികതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 3 ഹോർമോണുകൾ. ഇതിൽ ടെസ്റ്റോസ്റ്റിറോൺ ആണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ഇത് അടിസ്ഥാനപരമായി ഒരു പുരുഷ ഹോർമോൺ ആണെങ്കിലും സ്ത്രീ ലൈംഗികതയിൽ നിർണായകമായ പങ്ക് ഇതിനുണ്ട്. ഈസ്ട്രജൻ ഉൽപ്പാദിക്കപ്പെടാൻ ഈ ഹോർമോൺ സഹായിക്കുന്നു. ശരീരത്തിൽ ഇതിന്റെ അളവ് കൂടിയാൽ ലൈംഗിക വികാരം വർദ്ധിക്കുവാൻ ഇടയാകും. സ്ത്രീയുടെ സെക്സ് ഡ്രൈവ് ഭാഗികമായി നിയന്ത്രിക്കുന്നത് ഈസ്ട്രജൻ ആണെന്ന് പറയാം. അടിസ്ഥാനപരമായി ഇതൊരു സ്ത്രീ ഹോർമോൺ ആണ്. ലൈംഗിക അവയവങ്ങളുടെ വളർച്ചയ്ക്കും ഈ ഹോർമോൺ ആവശ്യമാണ്. ആർത്തവ വിരാമമാകുന്നതോടെ ഈ ഹോർമോണിന്റെ ഉൽപാദനത്തിൽ പ്രകടമായ കുറവുണ്ടാകാം. ഇനി സ്ത്രീയുടെ രതി വഴികൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആഗ്രഹം, അതാണ് ഒന്നാമത്തെ കാര്യം. മനസ്സിലെ ചിന്തകൾ കൊണ്ടും ബാഹ്യമായി ഇടപെടൽ കൊണ്ടും സ്ത്രീയിൽ പതുക്കെ വികാരമുണരുന്നു. ഇണയുടെ സ്നേഹലാളനകളും സുരക്ഷിതമായ അന്തരീക്ഷവും ഇതിന് കാരണമാകുന്നു. രണ്ടാമതായി ഉത്തേജനം. യോനിയിൽ വഴുവഴുപ്പ് അനുഭവപ്പെടുകയും ഗുഹ്യഭാഗങ്ങളിലേക്ക് വലിയ തോതിൽ രക്തം പമ്പ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇത് സ്ത്രീയിൽ പ്രത്യേക ചൂടും ആവേശവും ഉണ്ടാക്കുന്നു. മുലക്കണ്ണുകൾ ഉദ്ധരിച്ചു വരികയും മാറിടങ്ങൾ വീർത്ത് കല്ലിക്കുകയും ഉത്തേജനത്തിന്റെ പ്രധാന ഭാഗമായ യോനി ദിലങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ക്രിസരിയിലും ഉദ്ധാരണ അവസ്ഥയുണ്ടാകുന്നു. ബാഹ്യലീലകളിലൂടെ മാത്രമേ സ്ത്രീ ശരിയായി ഉത്തേജിതയാവത്തുള്ളൂ. ഇനി അടുത്തതായി ലൈംഗിക ബന്ധം. ഉത്തേജനാവസ്ഥയിൽ ലിംഗയോനി സംയോഗം നടക്കുകയും ശ്വസന നിശ്വാസ നിരക്ക് കൂടുകയും ശരീരമാകെ സുഖാനുഭൂതി പടരുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഇനി അടുത്തതായി രതിമൂർച്ച. രതിസുഖത്തിന്റെ പാരമ്യ ഘട്ടമാണിത്. സ്ത്രീക്ക് ആന്തരികമായ സുഖാനുഭൂതി ഇതുണ്ടാക്കുകയും ഹൃദയമിടിപ്പ് കൂടുകയും ശരീരം വലിഞ്ഞു മുറുകുകയും പ്രത്യേകിച്ച് യോനി പേശികൾ മുറുകുകയും ചെയ്യുന്നു. സ്ത്രീ നേരിയ മയക്കത്തിലെത്തുന്നു. സ്ത്രീക്ക് 2 തരത്തിൽ രതിമൂർച്ച ഉണ്ടാകുന്നു: യോനി നാളം വഴിയും ക്രിസരി വഴിയും. ചില സ്ത്രീകളിൽ മുലക്കണ്ണുകൾ ഉത്തേജിപ്പിച്ചു മാത്രം അവരെ രതിമൂർച്ചയിൽ എത്തിക്കാം. ഇനി അവസാനമായിട്ട് മടക്കം. ഉത്തേജനത്തിന് മുന്നേയുള്ള അവസ്ഥയിലേക്ക് ശരീരം തിരിച്ചു വരുന്നു. ഇണയുടെ ലാളനകൾ ഏറ്റുവാങ്ങി തൊട്ടുരുമി കിടക്കാൻ സ്ത്രീകൾ ഈ ഘട്ടത്തിൽ വല്ലാതെ ആഗ്രഹിക്കും. ഇതാണ് സ്ത്രീയുടെ ഒരു ലൈംഗിക സർക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിലാണ് സ്ത്രീയെ ഉത്തേജിപ്പിച്ച് ലൈംഗിക ബന്ധത്തിലേക്ക് എത്തിച്ച് അവൾ തിരിച്ച് പഴയ ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ആ ഒരു ഘട്ടം എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.